Hello, my dear students. Today our discussion topic is social factor helping entrepreneurial growth, or how or role of a social factor influence or affecting entrepreneurial growth. ഓക്കെ, നമുക്കറിയാം സോഷ്യൽ ഫാക്ടേഴ്സ് ബിക്കോസ് വി ആർ ലിവിങ് നോട്ട് ഇൻ വാക്വമിലല്ല നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അങ്ങനെ ഒരു വാക്വം പോയിന്റിലാണ് താമസിക്കുന്നതല്ല. വി ആർ ലിവിങ് ഇൻ സൊസൈറ്റി. അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് ഡെഫിനറ്റ്ലി ഇൻഡിവിജ്വലിനെ ഇഫക്റ്റ് ചെയ്യും, അവരുടെ ബിഹേവിയറിലും അവരുടെ ആറ്റിറ്റ്യൂഡിനും. സോഷ്യൽ സിസ്റ്റം വിൽ ഡെഫിനറ്റ്ലി ഇമ്പാക്റ്റ് ഓൺ ഇൻഡിവിജ്വൽ, their ക്യാരക്ടറും ഒക്കെയും ഇമ്പാക്റ്റ് ചെയ്യും. സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഓണ്ടർപ്രണറിയൽ ഗ്രോത്ത്. സോ അതിൽ മെയിനായിട്ടും 9 പോയിൻ്റ് ഉള്ളത്. 8 പോയിൻ്റാണ് ഉള്ളത്. സോഷ്യൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഓണ്ടർപ്രണറിയൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലെജിസ്മസി ഓഫ് ദി ഓണ്ടർപ്രണർഷിപ്സ്. അതായത് ലെജിസ്മസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോംസ് ആൻഡ് വാല്യൂസ് വിത്തിൻ ദി സോഷ്യോ കൾച്ചർ സെറ്റിംഗ്. അതായത് ആ ഓണ്ടർപ്രണർ ലിവ് ചെയ്യുന്ന സൊസൈറ്റിയിലെ സോഷ്യൽ കൾച്ചർ വാല്യൂസ് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ഓണ്ടർപ്രണറിയൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. അതായത് അവരെ ചില സൊസൈറ്റി ഓണ്ടർപ്രണേഴ്സിന് അപ്രൂവൽ കൊടുക്കുന്നതായിരിക്കും. സെർട്ടൻ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ഡിസപ്രൂവൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സ്, അതായത് ലെജിസ്മസി ഓഫ് ഓണ്ടർപ്രണർഷിപ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ സിസ്റ്റം വിത്തിൻ ദി സോഷ്യൽ എക്കണോമി. വാല്യൂ സിസ്റ്റം നോംസൊക്കെ സോഷ്യൽ കൾച്ചർ സിസ്റ്റത്തിലെ വാല്യൂസും നോംസും ഓണ്ടർപ്രണർ ഗ്രോത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ സോഷ്യൽ മാർജിനാലിറ്റി, അതായത് മാർജിനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർട്ടൺ മൈനർ ഗ്രൂപ്പ്, അങ്ങനെ സോഷ്യൽ മൈനർ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അതായത് ഇൻട്രോവേർട്ട് ആണെങ്കിലും എക്സ്ട്രോവേർട്ടൊക്കെ ആണെങ്കിലും ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ മൈനോറിറ്റി ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ഓണ്ടർപ്രണർ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് സോഷ്യൽ മാർജിനാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഓണ്ടർപ്രണർഷിപ്പിൽ, അതായത് നമ്മൾ സോഷ്യൽ മാർജിനാലിറ്റി തിയറി എന്ന് പറഞ്ഞിട്ട് ഈ ഓണ്ടർപ്രണേഴ്സ് തിയറി പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഓണ്ടർപ്രണേഴ്സ് തിയറി ഒന്നും നിങ്ങൾക്ക് ഇതിൽ ഓണ്ടർപ്രണേഴ്സ് തിയറീസ് ഒന്നും ഈ ചാപ്റ്ററിലില്ല. റിസർച്ച് റിവ്യൂവിലൊക്കെ ഓണ്ടർപ്രണർ തിയറിയൊക്കെ ഉണ്ട്, റിസർച്ച് ചെയ്യുമ്പോൾ പഠിക്കണം. പക്ഷെ ആ ഭാഗമൊന്നും നിങ്ങൾക്ക് ഇല്ല. ഇതൊക്കെ തിയറീസ് ഓണ്ടർപ്രണേഴ്സിന് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ പറഞ്ഞ സോഷ്യൽ മാർജിനാലിറ്റി തിയറി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. whether a person is introvert or extrovert, he is in command of the social marginality. They are excluded from the society. A certain society ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓണ്ടർപ്രണർ ഗ്രോത്തിനെ. ദെൻ ഫാമിലി, റോൾ മോഡൽ, അസോസിയേഷൻ വിത്ത് സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. അതായത് നമ്മുടെ ഫാമിലി ഓണ്ടർപ്രണർ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു റിച്ച് ബോണ്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കും. ഓക്കെ, അവർ ജനിക്കുമ്പോൾ തന്നെ ഈ എൻവയോൺമെൻറ്റിലായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ എക്സ്പ്ലോഷൻ മുഴുവനും ബിസിനസ്, അവരിപ്പോൾ ചെറുപ്പത്തിലല്ല അവർ ഷോപ്പിൽ പോയിട്ടുണ്ടാവാം, അവർ സ്റ്റാഫിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ പല എക്സ്പ്ലോഷൻ അവർക്ക് ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ടാവാം. ഫ്രം ദി ചൈൽഡ്ഹുഡ് ദി തോട്ട് ലെസൺ ഓഫ് ഓണ്ടർപ്രണേഴ്സ് ബിക്കോസ് അതായത് അപ്പോൾ സ്വല്പം അവർക്ക് അപ്പോൾ തന്നെ ഒരു ഓണ്ടർപ്രണർ സ്കില്ല് ചെറുപ്പത്തിലേക്ക് കിട്ടി. അവർ ഇൻഫ്ലുവൻസ് ചെയ്യും. അവർ ഫോളോ ചെയ്യുന്ന റോൾ മോഡൽസ് അതൊക്കെ ഓണ്ടർപ്രണറിയൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ കാസ്റ്റ് സിസ്റ്റം, അതായത് ഹിന്ദുസ് കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് ഈ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ എന്നവർ പറയണത് പാഴ്സീസ് ഓഫ് മഹാരാഷ്ട്രയിലെ പാഴ്സീസ്, ജെയിൻസ് ഓഫ് രാജസ്ഥാൻ, ഗുജറാത്തിലെ അതവർക്ക് ഓണ്ടർപ്രണേഴ്സിനെ ഇൻഫ്ലുവൻസ്. ചില കമ്മ്യൂണിറ്റി മാർവാടീസൊക്കെ ചില കമ്മ്യൂണിറ്റിയൊക്കെ മുഴുവനും ബിസിനസ് മൈൻഡഡ് ആയിരിക്കും. അതാണ്. അപ്പം അങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റം ഓണ്ടർപ്രണേഴ്സിനെ ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒക്യുപ്പേഷൻ, അതായത് നമുക്ക് ഒരു ഫാമിലി എൻവയോൺമെൻറ്റാണ് മെമ്പേഴ്സിന് ഏതൊക്കെ ബിസിനസ് വേണം, ഏത് പ്രൊഫഷനാണ് ഇരിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിച്ച് ബിസിനസ് ഫാമിലിയിലെ ബോൺ ചെയ്യുന്ന വ്യക്തിക്ക് ഈവൻ അവർക്ക് ഒരു ഫിനാൻസ് നമുക്ക് ആവശ്യമാണ് ബിസിനസ് ചെയ്യാൻ, അത് കിട്ടുന്നു മാത്രമല്ല അവർക്ക് ദേ ലേൺ ബിസിനസ് സ്കിൽ നാച്ചുറലി. കാരണം ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയിൽ അവർ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ ഉണ്ട് കസ്റ്റമേഴ്സിന്. അപ്പോൾ അതൊരു സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ, ശരിക്കും പറഞ്ഞാൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഓൾവേസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ എന്തിനാ. അപ്പോൾ ഓണ്ടർപ്രണേഴ്സിന് ഒരു ഒക്യുപ്പേഷണൽ കരിയർ ഇൻ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്താലും
ചിൽഡ്രൻസിന് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ്, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ പേഴ്സൺസ് നോർമലി സെറ്റ് ചെയ്യുന്ന ബിസിനസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, അവർക്ക് എന്തായാലും സ്പെഷ്യലൈസ്ഡ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ന്യൂ ഓൺട്രപ്രണർ അവരപ്പം അവരുടെ എഡ്യൂക്കേഷനും ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ഓൺട്രപ്രണറിയൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ ആൾ അവരുടെ എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ പോയിന്റ് പറഞ്ഞു. ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് എല്ലാ ആൾക്കാരും സൊസൈറ്റി ഒരു ഹ്യൂമൻ ബീയിനെ ഒരു ആസ്പിറേഷൻ ഉണ്ടായിരിക്കും ഹൈ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് വേണമെന്ന് പറയണത്. ഇവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബിസിനസ്സിൽ നമുക്ക് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. അവർക്ക് ഓരോ ഓൺട്രപ്രണേഴ്സ് എന്താ പറയുക, ജോലി കൊടുക്കുന്നുണ്ട്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഓഫ് റിസ്ക് മീൻസ് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനൊരു ഓൺട്രപ്രണർ ആയി കഴിഞ്ഞാൽ എനിക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്ന അതൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. അതിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഞാൻ ബിസിനസ് ആവാൻ കാരണം ഞാൻ മാത്രമല്ല ജീവിക്കുന്നത്, ഞാൻ കാരണം കുറച്ചധികം ഫാമിലിയും കൂടി ജീവിക്കണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് അതുപോലെ അതും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടും ഓൺട്രപ്രണർ ഗ്രോത്തിനെ സഹായിക്കുന്ന ഫാക്ടറാണ്. ഇതിൽ പറഞ്ഞ പോയിൻ്റ്, അതായത് ഈ പറഞ്ഞ 8 പോയിൻ്റ് ഒന്നുകൂടി സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സോഷ്യൽ ഫാക്ടേഴ്സാണ് ഓൺട്രപ്രണറിയൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും സോഷ്യൽ ഫാക്ടേഴ്സ് ഓൺട്രപ്രണറിയൽ ഇൻഫ്ലുവൻസ് ഉണ്ടോയെന്നാണ് ചെക്ക് ചെയ്തത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് ഓൺട്രപ്രണറിയൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഒരു ഓൺട്രപ്രണറിൻ്റെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺട്രപ്രണേഴ്സിൻ്റെ സോഷ്യോ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടർ ഫോം ചെയ്യണില്ലേ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് ഇമ്പാക്ട് ഓൺ ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്. ഫസ്റ്റ് വൺ ഈസ് ലെജിറ്റിമസി ഫോർ എൻ്റർപ്രൈസ്. വെച്ചാൽ സോഷ്യൽ വാല്യൂസ്, അതുപോലെ സോഷ്യൽ മാർജിനാലിറ്റി തിയറിയാണ്. സോഷ്യൽ മാർജിനാലിറ്റി തിയറി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫാമിലി, ആളുടെ റോൾ മോഡല്, അതുപോലെ ആളുടെ അസോസിയേഷൻ, സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, കാസ്റ്റ് സിസ്റ്റം, ഒക്യുപ്പേഷൻസ്, എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എല്ലാം ഒരു ഓൺട്രപ്രണേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പം ഇതോടുകൂടി നമ്മൾ പഠിക്കുന്ന ഹെഡിങ് ഏതായിരുന്നു കുറച്ച് ദിവസമായിട്ട് പഠിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്. ഓൺട്രപ്രണർഷിപ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെവറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനെ നമ്മൾ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പഠിച്ചു, കൾച്ചറൽ ഫാക്ടേഴ്സ് പഠിച്ചു, സോഷ്യൽ ഫാക്ടേഴ്സ് പഠിച്ചു, എക്കണോമിക് ഫാക്ടേഴ്സ് പഠിച്ചു, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് പഠിച്ചു. ഇതെല്ലാം കൂടിയിട്ട് നിങ്ങൾ വെറുതെ ഒരു ഇമേജ് എഴുതി തരും എനിക്ക്. ഇമേജിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യോ, എങ്ങനെയെങ്കിലും. അതായത് ഈ ടെക്സ്റ്റ് ബുക്കിലത്തെ സോഷ്യൽ ഫാക്ടേഴ്സും കൾച്ചറൽ ഫാക്ടേഴ്സും സോഷ്യൽ ഫാക്ടേഴ്സും എക്കണോമിക്കൽ ഫാക്ടേഴ്സും പേഴ്സണാലിറ്റി ഫാക്ടേഴ്സും എഴുതിയിട്ട് ഇങ്ങനെ എഴുതി നോക്കാം. അല്ലെങ്കിൽ ഞാൻ തന്നെ എഴുതിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഇട്ട് തരാം. ഓക്കെ, ശരി, ഇത് പഠിക്കണം. ഓക്കെ കേട്ടോ, താങ്ക് യു.